പുള്ളിക്കുയിൽ മാത്രമല്ല കേട്ടോ, കരിങ്കുയിലും ഉണ്ട് നമ്മുടെ വെള്ളത്തൊട്ടിയിലെ സന്ദർശകരിൽ. ഒരു മിന്നായം പോലെയാണ് കാണുന്നതെങ്കിൽ പെട്ടെന്ന് കാക്കയാണെന്ന് തോന്നും. പക്ഷെ ആ ചുവന്ന കണ്ണും ചാരനിറത്തിലുള്ള കൊക്കും കാലും ഒക്കെ കണ്ട ആളെ ഉറപ്പിക്കാം. വലിപ്പത്തിലുണ്ട് വ്യത്യാസം. സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും, കാക്കയുടെ നിറം പോലെ ശുദ്ധമായിട്ടുള്ള കറുപ്പല്ല കരിങ്കുയിലിൻ്റെ. നീലയും പച്ചയൊക്കെ കലർന്ന ഒരുതരം കറുപ്പാണത്. നമുക്ക് പുള്ളിക്കുയിലിനെ പോലെ അല്ല, കുറെ കൂടി ആധിപത്യ ഭാവത്തിലിരുന്നാണ് ഇവരുടെ വെള്ളം കുടി. വേറൊരു കരിങ്കുയിൽ കുടിക്കാൻ വന്നിട്ട് അതിന് അടുക്കാൻ പറ്റാതെ പോകുന്ന കണ്ടില്ലേ? ഒരു കുട്ടുറുവൻ, അവൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഈ കുയിലുകൾ മറ്റു കിളികളുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷികളാണെന്ന് നമുക്ക് പണ്ടേ അറിയാമല്ലോ. അതിന് ബ്രൂഡ് പാരസൈറ്റിസം എന്നാണ് പറയുക. അപ്പോൾ ഈ ഏത് പക്ഷിയുടെ കൂട്ടിൽ മുട്ടയിടണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പുള്ളിക്കുയിലാണ്. പക്ഷേ ആ പുള്ളിക്കുയിലിന് അവിടെ മുട്ടയിടാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് കിട്ടണമല്ലോ. അങ്ങനെ ഗ്യാപ്പ് ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ പലപ്പോഴും ആ കൂട്ടിലിരിക്കുന്ന തള്ളപ്പക്ഷിയുടെ ശ്രദ്ധ തിരിക്കാനായിട്ടുള്ള ജോലി കരിങ്കുയിലിൻ്റെ ആയിരിക്കും. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളൊരു ചിത്രമുണ്ട്. ഈ വളരെ ചെറിയൊരു പക്ഷി വലിയൊരു പക്ഷിക്ക് തീറ്റ വായിൽ വെച്ച് കൊടുക്കുന്നൊരു ചിത്രം. എന്നിട്ട് പ്രായം ചെന്ന് അച്ഛൻ കിളിക്കോ അമ്മ കിളിക്കോ തീറ്റ കൊടുക്കുന്ന കിളിയാണെന്നൊക്കെ പറഞ്ഞ് കണ്ണീർ കഥയൊക്കെ എഴുതിയിട്ടുണ്ടാവും. സത്യത്തിൽ അത് ഈ ബ്രൂഡ് പാരസൈറ്റിസത്തിൻ്റെ വിക്ടിംസാണ് അവർ. വാബ്ലർ പോലെയായിട്ടുള്ള പക്ഷികൾ അവരുടെ കൂട്ടിൽ കുറേ കൂടി വലിയ പക്ഷികൾ, ഈ കൗ ബേർഡ്സ്, ചിലപ്പം കുയിലുകൾ തന്നെ മുട്ടയിടും. അപ്പോൾ ഈ തള്ളപ്പക്ഷിയുടെ വിചാരം അതിൻ്റെ കുഞ്ഞാണെന്ന് വിചാരിച്ച് അതിന് തീറ്റ കൊടുക്കുന്നതാണ്. നമ്മൾ പക്ഷേ അതിനകത്ത് കുറച്ച് ഭാവനയൊക്കെ കലർത്തി കിളികൾക്കുള്ള മനുഷ്യത്വം പോലും മനുഷ്യനില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുമെന്നേ ഉള്ളൂ. കുട്ടുറുവൻ അടുത്ത മരത്തിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇയാൾ പോയിട്ട് വെള്ളം കുടിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇയാൾ അവിടെ ഇരിക്കുന്ന സമയത്ത് വേറൊരാളെയും അവിടെ അടുപ്പിക്കത്തില്ല. ഇതായെത്തിപ്പോയി.